നമസ്കാരം. പ്രവാസി ലോകത്തെ വാർത്തകളുമായി മിഡിയ സ്റ്റവർ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അതോടൊപ്പം തന്നെ സൈന്യത്തെ പിൻവലിക്കുക അടക്കമുള്ള ചില സമ്മർദ്ദങ്ങളും ഇസ്രായേലിന് മേലിലുണ്ട്. MCA നാസർ നൽകുകയായിരുന്നു ദുബായിൽ നിന്ന് വിവരങ്ങൾ. ഗസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം 100 ദിനം പിന്നിട്ടതിന് പിന്നാലെ പലസ്തീനുള്ള പിന്തുണ ആവർത്തിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി സെൻട്രൽ മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമീർ. മനുഷ്യത്വരഹിതമായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിലാണ് അമീർ അപലപിച്ചത്. ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നതും കുടിയിറക്കുന്നതും അംഗീകരിക്കില്ല. ഗസയുടെ അവകാശങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അമീർ വ്യക്തമാക്കി. ശരിയും തെറ്റുമേതെന്ന സംവാദത്തിനേക്കാൾ ഫലസ്തീൻ ഒരു തത്വാധിഷ്ഠിത വിഷയമാണെന്ന് അമീർ പറഞ്ഞു. എല്ലാ താല്പര്യങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അപ്പുറം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ പിന്തുണയ്ക്കുകയെന്നത് ഖത്തറിന്റെ മാനുഷികവും വിശ്വാസപരവുമായ ബാധ്യതയാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സഹായം ആവശ്യമുള്ളപ്പോഴും സൗഹൃദ രാജ്യമാണോ അതോ ബന്ധങ്ങളൊന്നുമില്ലാത്തവരാണോ എന്ന വേർതിരിവില്ലാതെ സാധ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നും അമീർ വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. സ്വിറ്റ്സർലാൻഡിലെ ദാവൂസിൽ ഇന്ന് ആരംഭിച്ച ലോക സാമ്പത്തിക ഫോറം സമ്മേളനത്തിൽ ഗസ യുദ്ധവും ചെങ്കടൽ സംഘർഷവും ചർച്ചയാകും. ഹൂത്തി ഭീഷണിയെ തുടർന്ന് ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് പ്രതിസന്ധിയിലായത് ആഗോള സമ്പദ്ഘടനയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്ക ശക്തമാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നീക്കം വേണമെന്ന ആവശ്യമാണ് ഭൂരിഭാഗം രാജ്യങ്ങളും സ്ഥാപനങ്ങളും സാമ്പത്തിക ഫോറത്തിൽ ആവശ്യപ്പെടുന്നത്. കോവിഡാനന്തര പ്രതിസന്ധി ഏറെക്കുറെ മാറുകയും സാമ്പത്തിക നിക്ഷേപ രംഗങ്ങളിൽ പുതിയ ഉണർവ് കൈവരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഗസ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷവും തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ചെങ്കടൽ മുഖേനയുള്ള ചരക്കുകടത്ത് സുഗമമായി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന നിലപാടാണ് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ഉന്നയിക്കുന്നത്. യുദ്ധവ്യാപ്തി തടഞ്ഞില്ലെങ്കിൽ സമ്പദ്ഘടനയ്ക്ക് അത് വലിയ ആഘാതം വരുത്തുമെന്ന നിഗമനവും വിവിധ രാജ്യങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും മുന്നോട്ട് വെക്കുന്നു. UAE, സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള പ്രധാന രാജ്യങ്ങളൊക്കെയും ദാവോസ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. UAEയിലെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി 100-ലധികം വ്യവസായികളും പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് മന്ത്രിസഭാ കാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഗർഗാബി പറഞ്ഞു. ദേശീയ കമ്പനികളിൽ നിന്നും സ്വകാര്യ കമ്പനികളിൽ നിന്നുമായിരിക്കും പ്രതിനിധികളിൽ 80%. ലോക സാമ്പത്തിക ഫോറത്തിൽ സജീവ പങ്കാളിത്തം പുലർത്തുന്ന രാജ്യം കൂടിയാണ് UAE. ഇമ്പോസിബിൾ ഈസ് പോസിബിൾ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചാണ് സമ്മേളനത്തിൽ UAEയുടെ പവലിയൻ. മാധ്യമ സമ്മേളനങ്ങൾ, ഉഭയകക്ഷി യോഗങ്ങൾ, വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ എന്നിവയ്ക്ക് UAE പവലിയൻ നേതൃത്വം നൽകും. പ്രമുഖ സ്വകാര്യ കമ്പനികളും ചർച്ചകളിൽ പങ്കാളിത്തം വഹിക്കും. ദാവോസ് സമ്മേളനം ഈ മാസം 19 വരെ നീണ്ടു നിൽക്കും. മീഡിയ 1 ദുബായ്. ഗസയിൽ നിന്ന് ചികിത്സയ്ക്കായി UAEയിൽ എത്തിച്ച 35-കാരിയായ അർബുദ രോഗി മരിച്ചു. ഗസയിൽ നിന്ന് ഈജിപ്ത് വഴി അബുദാബിയിൽ എത്തിച്ച ഇവർക്ക് രോഗം ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കിയിരുന്നു. എന്നാൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചികിത്സിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിൽ UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം കുടുംബത്തെ അനുശോചനം അറിയിച്ചു. ഗസയിൽ നിന്ന് 1000 അർബുദ രോഗികളെ രാജ്യത്തെത്തിച്ച് ചികിത്സിക്കുമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇവരെ അബുദാബിയിൽ എത്തിച്ചത്. 40 ടൺ സഹായ വസ്തുക്കളുമായി കുവൈത്തിൽ നിന്നുള്ള 40ാമത് വിമാനം ഈജിപ്തിലെ അൽ അരീഷിലെത്തി. ഗസയിലേക്ക് അടിയന്തര സഹായങ്ങൾക്കായി 3 ആംബുലൻസുകളും വിമാനത്തിലുണ്ട്. ഇന്റർനാഷണൽ ഇസ്ലാമിക് ചാരിറ്റി ഓർഗനൈസേഷന്റെ പങ്കാളിത്തത്തോടെ അൽസലാം അസോസിയേഷൻ ഫോർ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ചാരിറ്റബിൾ വർക്ക്സാണ് സഹായങ്ങൾ ഏകോപിപ്പിച്ചത്. ഗസയ്ക്കായി ഇതുവരെ 58 ട്രക്ക് ലോഡുകൾ അനുവദിച്ചതായി അൽസലാം അസോസിയേഷൻ അറിയിച്ചു. സൗദിയിൽ താമസ കെട്ടിടങ്ങളുടെ വാടക ഇടപാടുകൾ ഇജാർ പ്ലാറ്റ്ഫോം വഴി ഡിജിറ്റൽ ഇടപാടിലേക്ക് മാറി. നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഇജാർ വഴി അടയ്ക്കാത്ത വാടക ഇടപാടുകൾക്ക് ഇനി മുതൽ നിയമസാധുത ലഭിക്കില്ല. കെട്ടിട ഉടമയും പാട്ടക്കരാറുകാരനും തമ്മിലുള്ള ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. സൗദിയിലെ വാടക കരാർ പണമിടപാടുകൾ ഇലക്ട്രോണിക് വൽക്കരിക്കണമെന്ന മന്ത്രിതല സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ഡിജിറ്റൽ ഇടപാട് നിയമം പ്രാബല്യത്തിലായി. രാജ്യത്തെ താമസ കെട്ടിടങ്ങളുടെ വാടക പണമിടപാടുകൾ ഡിജിറ്റൽ ചാനലുകൾ വഴി മാത്രമാകും ഇനി മുതൽ സ്വീകരിക്കുക. നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഇജാറിന്റെ സദാത് നമ്പറായ 153 ഉപയോഗിച്ചാണ് പണമിടപാട് നടത്താൻ സാധിക്കുക. ഇജാറിലെ പഴയതും പുതിയതുമായ എല്ലാ കരാറുകൾക്കും നിയമം ബാധകമാകും. റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും
തട്ടിപ്പുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതോടെ വാടക കരാറുകൾക്ക് അനുവദിക്കുന്ന മാനുവൽ റെസിപ്റ്റുകൾക്ക് സാധുത ഇല്ലാതായി. പകരം ഇജാർ വഴി ഇടപാട് നടത്തിയ ഇലക്ട്രോണിക് റെസിപ്റ്റുകളാണ് രേഖയായി സ്വീകരിക്കുക. സർക്കാരേതര ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഇജാർ റെസിപ്റ്റുകൾ നിർബന്ധമാകും. പാട്ടക്കാരനും ഉടമയും തമ്മിലുള്ള പരാതികൾ കുറയ്ക്കുന്നതിനും ഡോക്യുമെന്റേഷൻ നടപടികൾ ലഘൂകരിക്കുന്നതിനും പുതിയ സംവിധാനം സഹായിക്കുമെന്നും ഇജാർ കേന്ദ്രം വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ വിദേശ നിക്ഷേപ ലൈസൻസ് ഇല്ലാത്ത വിദേശി ബിസിനസ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതും പങ്കാളിത്തം വഹിക്കുന്നതും ബിനാമിയായി പരിഗണിക്കും. ബിനാമി പരിധിയിൽ ഉൾപ്പെടുന്ന ബിസിനസ്സുകളെയും വ്യക്തികളെയും നിർണയിച്ച് ബിനാമി വിരുദ്ധ സമിതി നിർദ്ദേശങ്ങൾ പുറത്തിറങ്ങി. സ്വദേശിയുടെ പേരിലുള്ള സ്ഥാപനം വിദേശി നിയന്ത്രിക്കുന്നതുൾപ്പെടെ ബിനാമി ഗണത്തിൽ ഉൾപ്പെടും. തസത്തുർ അഥവാ വാണിജ്യപരമായ മറച്ചുവെക്കൽ പരിധിയിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നിർണയിച്ചു നൽകി തസത്തുർ പ്രോഗ്രാം കേന്ദ്രം. സ്വദേശി പൗരൻ നിശ്ചിത പ്രതിമാസ തുക നിശ്ചയിച്ച് വിദേശിക്ക് വാണിജ്യ സ്ഥാപനം നടത്താൻ കൈമാറുന്നത് ബിനാമി ഇടപാടിൽ ഉൾപ്പെടുമെന്ന് തസത്തുർ പ്രോഗ്രാം വ്യക്തമാക്കി. വിദേശ നിക്ഷേപക ലൈസൻസ് ഇല്ലാത്ത വിദേശി ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെടുകയോ പങ്കാളി ആകുകയോ ചെയ്യുക, സൗദി പൗരന്റെ പേരിൽ ബ്രോക്കറേജ് സ്ഥാനം വഹിക്കുകയോ മധ്യസ്ഥനായോ വാണിജ്യ പ്രവർത്തനങ്ങളിൽ വിദേശി പ്രവർത്തിക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്വദേശിയുടെ കീഴിൽ വിദേശി ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, സൗദി പൗരന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനം വഴി വിദേശി ലാഭമുണ്ടാക്കുക തുടങ്ങിയവ മറച്ചുവെക്കലിൽ ഉൾപ്പെടും. എന്നാൽ സൗദി പൗരൻ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിൽ മാസവേതനം നിശ്ചയിച്ച് വിദേശ ജോലിയെടുക്കുന്നതിനെ തൊഴിൽ ക്രമീകരണമായി പരിഗണിക്കുമെന്നും തസത്തുർ വിശദീകരിച്ചു. വാണിജ്യാടിസ്ഥാനത്തിൽ മറച്ചുവെക്കുന്ന ഏതൊരു കാര്യവും ക്രിമിനൽ കുറ്റമായി കണക്കാക്കും. ഇത്തരക്കാർക്കെതിരെ ബിനാമി വിരുദ്ധ നിയമമനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും തസത്തുർ വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ഒമാനിലെ ചെറുകിട സ്ഥാപനങ്ങളും സൂക്ഷ്മ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന തൊഴിൽ മന്ത്രാലയം. അടുത്ത 55 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിലെ സ്വകാര്യ മേഖലയിൽ WPS നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ തൊഴിൽ മന്ത്രാലയം നേരത്തെ പുറത്തിറക്കിയിരുന്നു. വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി ജീവനക്കാരുടെ ശമ്പളം കൈമാറിയിട്ടില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ആദ്യം മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും. പിന്നീടാണ് പിഴ ചുമത്തുക. തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും. ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ ജോലിക്കാരുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സംവിധാനമാണ് WPS. തൊഴിൽ മന്ത്രാലയം സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് ഈ സംവിധാനമൊരുക്കുന്നത്. തൊഴിലാളികളുടെ ശമ്പളം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ കമ്പനികൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണിത്. മീഡിയ 1, മസ്കത്ത്. സൗദിയിലെ ഗിദ്ദിയ നഗരത്തിൽ പുതിയ പടുകൂറ്റൻ സ്റ്റേഡിയം നിലവിൽ വരുന്നു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പേരിലാണ് സ്റ്റേഡിയം പ്രഖ്യാപിച്ചത്. AI സാങ്കേതിക വിദ്യകൾ അടക്കം ഉപയോഗിച്ച് ലോകോത്തര മാതൃകയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുക. നിലവിലെ സ്റ്റേഡിയം മാതൃകകളെ പൊളിച്ചടുക്കുന്ന തരത്തിലാണ് ഗിദിയയിലെ പുതിയ സ്റ്റേഡിയം പ്രഖ്യാപിച്ചത്. സന്ദർശകർക്ക് കാഴ്ചാനുഭവങ്ങളിലും രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലും പുതിയ അനുഭവമാണ് സ്റ്റേഡിയം പങ്കുവെക്കുക. ഒരേ സമയം ഉള്ളിലേക്ക് മടക്കി വെക്കാൻ സാധിക്കുന്ന റൂഫും പിച്ചും LED വാളുകളും സംയോജിച്ച് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം കൂടിയാണിത്. സൗദിയിലെ സുപ്രധാന കായിക വിനോദ സാംസ്കാരിക പരിപാടികൾക്കെല്ലാം ഇനി ആതിഥേയത്വം വഹിക്കുക ഇവിടെയായിരിക്കും. ഫുട്ബോൾ, ബോക്സിംഗ്, സ്പോർട്സ് ഇവന്റുകൾ, എന്റർടൈൻമെന്റ് ഷോകൾ തുടങ്ങിയ പരിപാടികളെല്ലാം സ്റ്റേഡിയത്തിൽ അരങ്ങേറും. ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തന്നെ നിരവധി പരിപാടികൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താൻ സാധിക്കും. അത്യാധുനിക ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാഴ്ചക്കാർക്ക് താരങ്ങളുമായി വെർച്വൽ ഇന്ററാക്ഷനും തത്സമയം ഡാറ്റകൾ പരിശോധിക്കാനും സാധിക്കും. പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിന് കീഴിൽ മഴവെള്ള സംഭരണിയും നിർമ്മിക്കും. ഇത്തരത്തിൽ ശേഖരിച്ച വെള്ളം ഉപയോഗപ്പെടുത്തി സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനത്തിനാവശ്യമായ ഊർജവും നിർമ്മിക്കും. റിയാദിൽ നിന്ന് 40 മിനിറ്റ് യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന ഗിദിയ നഗരത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്നതാണ് ഈ പുതിയ പദ്ധതി. തമീം CP, മീഡിയ 1, റിയാദ്. സൗദിയിൽ പണപ്പെരുപ്പം വീണ്ടും കുറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ താരതമ്യം ചെയ്താണ് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. സൗദിയിലെ ജീവിത ചെലവ് വർദ്ധിച്ചതായും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2023 ഡിസംബറിലാണ് സൗദിയുടെ പണപ്പെരുപ്പം 1.5% കുറഞ്ഞത്.
2022 കണക്കുകളെ താരതമ്യം ചെയ്താണ് കുറവ് രേഖപ്പെടുത്തിയത്. 2022 ഡിസംബറിൽ 3.3% പണപ്പെരുപ്പം. കോവിഡിന് ശേഷം സൗദിയിൽ മൂല്യവർദ്ധിത നികുതി വാറ്റ് നിരക്ക് 15% വർദ്ധിപ്പിച്ച ശേഷമാണ് പണപ്പെരുപ്പം വർദ്ധിക്കാൻ തുടങ്ങിയത്. പണപ്പെരുപ്പത്തിന് പിന്നാലെ രാജ്യത്ത് വിവിധ വസ്തുക്കളുടെ വിലയിലും വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വൈദ്യുതി, പ്രകൃതിവാതകം എന്നിവയുടെ നിരക്കിലായിരുന്നു വലിയ വർധനവ് രേഖപ്പെടുത്തിയത്. പണപ്പെരുപ്പം കുറയ്ക്കാനാവശ്യമായ നടപടികൾ ധനമന്ത്രാലയത്തിന് കീഴിൽ നടന്നുവരികയാണ്. സൗദിയിൽ ജീവിത ചിലവേറിയ നഗരങ്ങളിൽ റിയാദും ജിദ്ദയുമാണ് മുന്നിലുള്ളത്. അതേസമയം പണപ്പെരുപ്പം കൂടിയ നഗരങ്ങളിൽ മുന്നിലുള്ളത് ബുറൈദയാണ്. റിയാദും ജിദ്ദയുമാണ് തൊട്ടു പിന്നിലുള്ള നഗരങ്ങൾ. പണപ്പെരുപ്പം കുറഞ്ഞ നഗരങ്ങളിൽ ജിസാനാണ് മുൻപന്തിയിൽ. തബൂക്കും ത്വായിഫുമാണ് പട്ടികയിൽ തൊട്ടു പിന്നിലുള്ളത്. തമീം CP, മീഡിയ 1 റിയാദ്. കുവൈറ്റ് പൊതുമരാമത്ത് മന്ത്രാലയത്തിലെ വിദേശികളുടെ സേവനം അവസാനിപ്പിക്കുവാനൊരുങ്ങി അധികൃതർ. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം ഒരുക്കുന്നതിന് വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പിരിച്ചുവിടൽ. ക്വാളിറ്റി കൺട്രോൾ, റിസർച്ച് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിടാനാണ് മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഇമാൻ അലോമർ നിർദ്ദേശം നൽകിയത്. നിയമം നടപ്പിലാകുന്നതോടെ ഇന്ത്യക്കാരടക്കം നിരവധി പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടും. വിദേശ തൊഴിലാളികൾക്ക് പകരം വിവിധ മേഖലകളിൽ യോഗ്യതയുള്ള കുവൈത്ത് പൗരന്മാരെ നിയമിക്കുകയെന്നത് പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് അധികൃതർ പറഞ്ഞു. സ്വദേശീവൽക്കരണം ശക്തിപ്പെടുത്തുന്നതോടെ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തദ്ദേശീയരുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുവാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനിടെ പൊതുമേഖലയിൽ സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം പൂർത്തിയാവുന്നതോടെ അടുത്ത വർഷങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ജോലി നഷ്ടമാകും. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിനായി രജിസ്ട്രേഷൻ ആരംഭിച്ചു. LKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. ഈ മാസം 17 മുതൽ പൊതുവായ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈന്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷകൾ നൽകേണ്ടത്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇറാനോട് 4-1 തോറ്റെങ്കിലും ഗാലറിയുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയാണ് ഫലസ്തീൻ മടങ്ങിയത്. ഗസ ആക്രമണത്തിന്റെ 100ാം ദിനത്തിൽ നടന്ന മത്സരത്തിന് ഇറാൻ ആരാധകർ പോലും ഫലസ്തീന് വേണ്ടി ആരവങ്ങൾ മുഴക്കിയത് വേറിട്ട കാഴ്ചയായി. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലെത്തിയ 26,000-ലേറെ വരുന്ന കാണികളിൽ ഫലസ്തീനിൽ നിന്നുള്ളവർ 1000 തികയുമോ എന്ന സംശയമാണ്. പക്ഷേ ഫലസ്തീൻ താരങ്ങളുടെ ചെറിയ നീക്കങ്ങൾക്ക് പോലും വലിയ കയ്യടിയാണ് ഗാലറിയിൽ നിന്നും ലഭിച്ചത്. സ്റ്റേഡിയത്തിലേക്കുള്ള ആരാധകരുടെ വരവ് തന്നെ കൗതുക കാഴ്ചയായിരുന്നു. ഇറാന്റെയും ഫലസ്തീനിന്റെയും കൊടികളേന്തിയ ഇറാൻ ആരാധകർ, ഇറാൻ ജേഴ്സിക്കൊപ്പം ഫലസ്തീൻ കഫിയ അണിഞ്ഞവർ. അങ്ങനെ സ്വന്തം ടീം ജയിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴും ഹൃദയം ഫലസ്തീന് നൽകിയാണ് അവരെത്തിയത്. Throughout what's happening in the world now, and we heard a lot about the conquering and what's happening with the poor innocent citizens that are killed and bombed for no reason. Today I'm here to support Palestine and stand and speak for the people who are dying. മൊറോക്കോ, സിറിയ, അൾജീരിയ, ഖത്തർ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മലയാളികളുമെല്ലാം ഫലസ്തീൻ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനെത്തി. My name is Sana, I'm Palestinian, live in Qatar. It's our occasion now to support our people in Palestine, especially in Gaza, to tell them that we are all thinking about them. We are here to attend the match for the game and to support them as well. It's not about the game, it's about the representation of Palestine in the world and the name of Palestine to be present everywhere in the world. ജയപരാജയങ്ങൾക്കപ്പുറം ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടാനുള്ള വേദിയായാണ് ഫുട്ബോൾ ലോകം മത്സരത്തെ കണ്ടത്. It's a very good venue to support it because it's like you see media everywhere. The message gets delivered to many places around the world. There have been previously a larger venue which was the World Cup, which we also did try our best to support the Palestinian cause. But it is a very big venue, I think, to do that. Yes. The team playing tonight and playing at the Asian Cup is of course a great opportunity for Palestinians all around the world to get behind the team, but the result is not so important. മത്സരശേഷം ഇറാൻ ആരാധകർ വലിയ ആഘോഷങ്ങൾക്ക് മുതിരാതിരുന്നതും വ്യത്യസ്തമായ കാഴ്ചയായി. സ്കോർ ബോർഡിൽ മാത്രമേ ഫലസ്തീൻ പിന്നിലായുള്ളൂ. സ്റ്റേഡിയത്തിലെ ആരാധകരുടെ മനസ്സ് മുഴുവൻ
ഫലസ്തീനൊപ്പമായിരുന്നു. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1. ഇസ്രാ മിയറാജ് എന്നിവയുടെ ഭാഗമായി ഫെബ്രുവരി 8-ന് കുവൈത്തിൽ സിവിൽ സർവീസ് കമ്മീഷൻ പൊതു അവധി പ്രഖ്യാപിച്ചു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഈ ദിവസം പ്രവർത്തിക്കില്ല. ഫെബ്രുവരി 8 വ്യാഴാഴ്ചയായതിനാൽ വെള്ളി ശനി ദിവസങ്ങളിലെ അവധിയും കഴിഞ്ഞ് ഫെബ്രുവരി 11 ഞായറാഴ്ചയാകും സ്ഥാപനങ്ങൾ പുനരാരംഭിക്കുകയെന്നും സിവിൽ സർവീസ് കമ്മീഷൻ വ്യക്തമാക്കി. കുവൈത്തിൽ കോളർ തട്ടിപ്പ് തടയാൻ സംവിധാനം ഒരുക്കി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി കോളർ ID സ്പൂഫിംഗ് സംവിധാനം നടപ്പിലാക്കുമെന്ന് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആൻഡ് എമർജൻസി റെസ്പോൺസ് ഡയറക്ടർ അബ്ദുള്ള അൽ മൻസൂരി അറിയിച്ചു. രാജ്യത്തെ മിക്ക തട്ടിപ്പുകളും പ്രാദേശിക നമ്പറുകളോട് സാമ്യമുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്. പരീക്ഷണഘട്ടം ഉടൻ നടപ്പിലാക്കും. രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുമായും സിട്രയുമായും സഹകരിച്ചാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുക. ഇതോടെ സ്പാം കോളുകൾ, ഫ്രോഡ് കോളുകൾ എന്നിവ തടയാനാകുമെന്നാണ് പ്രതീക്ഷ. കുവൈത്തിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ മാറ്റിവെച്ചു. മയക്കുമരുന്ന് ഉപയോഗത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ പിതാവിനെ മകൻ വെടിയുതിർക്കുകയായിരുന്നു. എന്നാൽ സംഭവത്തെക്കുറിച്ച് ഓർമ്മയില്ലെന്നും സുഹൃത്ത് നൽകിയ പലതരം മരുന്നുകൾ കഴിച്ച താൻ അബോധാവസ്ഥയിൽ ആയിരുന്നെന്നും പ്രതി പറഞ്ഞു. ഷാർജ മരുഭൂമിയിൽ സൈക്കിൾ അപകടത്തിൽ പരിക്കേറ്റ പ്രവാസിയെ ഹെലികോപ്റ്ററിലെത്തി രക്ഷിച്ചു. ഷാർജയിലെ മരുഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഏഷ്യൻ വംശജനെ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്ററിന്റെ ഹെലികോപ്റ്ററിലെത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നസുവ മേഖലയിലെ ഷാർജ പോലീസ് അധികൃതരുമായി സഹകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. അപകടത്തിൽ നട്ടെല്ലിനടക്കം പരിക്കേറ്റതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനം കൈക്കൊണ്ടത്. അൽസായിദ് ആശുപത്രിയിലേക്കാണ് ചികിത്സയ്ക്കായി എത്തിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ പ്രദേശത്ത് അപകടത്തിൽപ്പെട്ട ഫ്രഞ്ചുകാരനെയും അധികൃതർ ഹെലികോപ്റ്റർ മുഖേന രക്ഷപ്പെടുത്തിയിരുന്നു. മരുഭൂമിയിൽ പോകുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്റർ പുറത്തിറക്കിയിരുന്നു. കൂടുതൽ സമയം തങ്ങാനാണെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും പോർട്ടബിൾ സ്റ്റൗവും കൂടെ കരുതണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി. ഓഫ്ലൈൻ മാപ്പുകളുള്ള ഒരു GPS ഉപകരണമോ സ്മാർട്ട് ഫോൺ ആപ്പോ ഉപയോഗിക്കുക. ഡ്രൈവ് ചെയ്യുന്നവർ അധിക ഇന്ധനം കൊണ്ടുപോവുക. സംഘമായി യാത്ര ചെയ്യുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുക. പുറപ്പെടുന്നതിന് മുമ്പ് വാഹനം നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കുക. സ്പെയർ ടയറുകൾ, ടയർ മാറ്റുന്ന ഉപകരണങ്ങൾ എന്നിവ സൂക്ഷിക്കുക എന്നീ നിർദ്ദേശങ്ങളും അധികൃതർ നൽകി വരുന്നുണ്ട്. മീഡിയ 1 ഷാർജ. ബഹ്റൈനിലെ മാ അമീർ പാർക്ക് നവീകരണത്തിനു ശേഷം ഉദ്ഘാടനം ചെയ്തു. വിപുലമായ സൗകര്യങ്ങളോടെയാണ് പുതുക്കിയ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 2200 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പാർക്കിൽ പ്രദേശവാസികൾക്ക് ഉല്ലസിക്കാനും ശുദ്ധവായു ശ്വസിക്കാനും വ്യായാമം ചെയ്യാനും അവസരമൊരുക്കിയാണ് നവീകരണം നടത്തിയത്. മുനിസിപ്പൽ കാർഷിക മന്ത്രാലയത്തിലെ മുനിസിപ്പൽ കാര്യ അണ്ടർ സെക്രട്ടറി പാർക്ക് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളുടെ താൽപര്യം പൂർത്തീകരിക്കുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക പിന്തുണയാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പാർക്കുകളും വിനോദ കേന്ദ്രങ്ങളും പണിയുന്നതിന് മുനിസിപ്പൽ കാർഷിക മന്ത്രാലയം പ്രത്യേക താൽപര്യമെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാപ്കോ റിഫൈനറി കമ്പനിയുടെ പിന്തുണയോടെയാണ് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ബാപ്കോ റിഫൈനറി CEO ഡോക്ടർ അബ്ദുറഹ്മാൻ ജവാഹിരി, നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ജനറൽ സെക്രട്ടറി ഷേഖ മറാം ബിൻ ഈസ അൽ ഖലീഫ, ക്യാപിറ്റൽ സെക്രട്ടേറിയറ്റ് കൗൺസിൽ ചെയർമാൻ സാലിഹ് തറാദ, ഡയറക്ടർ മുഹമ്മദ് സഅദ് സഹലി എന്നിവർ സന്നിഹിതരായിരുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കുവൈറ്റ് മാർ ബസേലിയോസ് മൂവ്മെന്റിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. നാഷണൽ ഇവാഞ്ചലിക്കൽ ദേവാലയത്തിൽ നടന്ന സംഗമം മലങ്കര കൽക്കത്ത ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഇമ്മാനുവൽ ബെഞ്ചമിൻ ഖരീബ, റവറന്റ് ഫാദർ ലിജു കെ പൊന്നച്ചൻ എന്നിവർ ആശംസ നേർന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അലക്സിയോസ് തിരുമേനി, KCC കുവൈത്ത് മേഖലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാദർ ബിജു പാറയ്ക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഖത്തറിൽ ചാലിയാർ ദോഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലിയാർ ദിനം ആചരിച്ചു. പരിസ്ഥിതി സംരക്ഷക നേതാവായിരുന്ന KA റഹ്മാന്റെ ഓർമ്മദിനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ICC അശോക ഹാളിൽ വെച്ച് നടന്ന പരിസ്ഥിതി സംഗമം മാധ്യമപ്രവർത്തകൻ മുജീബ് റഹ്മാൻ വാഴക്കാട് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ MT നിലമ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി.
സ്ത്രീ ശാക്തീകരണം പുരുഷന്മാരോടുള്ള സമരമല്ലെന്ന് AICC അംഗം ബിന്ദു കൃഷ്ണ. ഖത്തറിൽ ഇൻകാസ് വനിതാ വിങ് പ്രഖ്യാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഞ്ജന മേനോൻ അധ്യക്ഷത വഹിച്ചു. സിനിൽ ജോർജ് ആണ് പുതിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അർച്ചന സജിയെ ജനറൽ സെക്രട്ടറിയായും അനുജ സൈറ ജോർജിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കുവൈറ്റ് ഡോൺ ബോസ്കോ ഫ്രണ്ട്ഷിപ്പ് ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഫ്ലൈറ്റേഴ്സ് FC ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ CSKO കുവൈത്തിനെ പരാജയപ്പെടുത്തിയാണ് ഫ്ലൈറ്റേഴ്സ് FC കിരീടം നേടിയത്. കേരള ചലഞ്ചേഴ്സ് 3-ാം സ്ഥാനവും റൌദ FC 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. കേഫാക്കുമായി സഹകരിച്ച അൽ ഷബാബ് FC ആണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ICF ഇന്റർനാഷണൽ കൗൺസിൽ സംഘടിപ്പിച്ച മാസ്റ്റർ മൈൻഡ് അന്താരാഷ്ട്ര ക്വിസ് മത്സരം UAEയിൽ സമാപിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ മാറ്റുരച്ചു. വിവിധ വിഭാഗങ്ങളിലായി റാഷിദ് അബ്ദുൽ സത്താർ, മുഹമ്മദ് ഫാദിൽ, നൂറുൽ ഹുദ, ആയിഷ റുമൈസ എന്നിവർ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഒമാനിലുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശി മരിച്ചു. കുറ്റ്യാടി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. ഷാഫി സഞ്ചരിച്ച കാർ ട്രക്കിൽ ഇടിക്കുകയായിരുന്നു. മുസന്നക്കടുത്ത് മുലദ്ദയിൽ തിങ്കളാഴ്ചയായിരുന്നു അപകടം. റുസ്താഖ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നടപടി പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. ICF ഇന്റർനാഷണൽ കൗൺസിൽ നേതാക്കളുടെ UAE സ്നേഹ സഞ്ചാരത്തിന് പരിസമാപ്തി. മദീനയിൽ നിന്ന് തുടക്കം കുറിച്ച സഞ്ചാരത്തിന്റെ UAE പര്യടന പരിപാടിക്ക് ഷാർജയിലാണ് സമാപനം കുറിച്ചത്. സയ്യിദ് അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ, സയ്യിദ് ഹബീബ് കോയ തങ്ങൾ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുസ്തഫ ദാരിമി കണാങ്കോട് ഉദ്ഘാടനം ചെയ്തു. നിസാർ സഖാഫി ഒമാൻ പ്രഭാഷണം നടത്തി. ഒമാനിലെ FC ബ്രദേഴ്സ് ബർക്ക സംഘടിപ്പിച്ച 10ാമത് ഫുട്ബോൾ ടൂർണമെന്റിൽ FC മൊബേല ജേതാക്കളായി. ഫൈനലിൽ ഡയാനമോസ് FC ആയിരുന്നു എതിരാളി. നിശ്ചിത സമയം ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞപ്പോൾ വിജയികളെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കണ്ടെത്തുകയായിരുന്നു. FC കേരള പെനാൽറ്റിയിലൂടെ പ്രോ ഓസറിനെ തോൽപ്പിച്ചു. 3-ാം സ്ഥാനം കരസ്ഥമാക്കി. വ്യത്യസ്ത രുചിക്കൂട്ടുകളുമായി ബഹ്റൈനിലും സൗദിയിലും പ്രവർത്തിക്കുന്ന മഞ്ചീസ് ഫാസ്റ്റ് ഫുഡിന്റെ പുതിയ ബ്രാഞ്ച് റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷണപ്രേമികൾക്ക് രുചിയുടെ പുത്തൻ അനുഭവം തീർക്കുകയാണ് മഞ്ചീസ് വിഭവങ്ങൾ. റിയാദിലെ അൽ മൻസൂറയിലാണ് പുതിയ ബ്രാഞ്ച് തുറന്നത്. റിയാദിലെ അൽ മൻസൂറയിൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന് സമീപമുള്ള അൽ ഹംസ പ്ലാസയിലാണ് മഞ്ചീസ് ഫാസ്റ്റ് ഫുഡ് തുറന്നത്. ഫ്ലീരിയ ഗ്രൂപ്പ് ചെയർമാൻ ഫഹദ് അബ്ദുൽ കരീം അൽ ഗുർമി ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് കോയ, സീനിയർ ഡയറക്ടർ EK റഹീം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൊഹസിൻ അഹമ്മദ് കോയ, ബിസിനസ് രംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും വിശിഷ്ട വ്യക്തികൾ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മഞ്ചീസിന്റെ 4ാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ റിയാദിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏതാണ്ട് ഒരു 5-6 വർഷം മുമ്പ് തന്നെ നമ്മളെ ജുബൈലിൽ നമ്മളെ മഞ്ചീസ് ആദ്യമായിട്ട് അവിടെയാണ് ഓപ്പൺ ആവുന്നത്. നമ്മൾ അവിടുത്തെ ആൾക്കാരുടെ സ്വീകാര്യത, അപ്പോൾ പലരും നമ്മളോട് ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ റിയാദിലും മറ്റുള്ള സ്ഥലത്തൊന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ബഹ്റൈനിൽ ഒരു അടുത്ത നെക്സ്റ്റ് ബ്രാഞ്ച് വരുന്നത്, ദമ്മാം, പിന്നെ ഇപ്പം റിയാദിലും. വിവിധ തരം ഫ്രഷ് ജ്യൂസ്, ഡെസേർട്ട് ഇനങ്ങൾ, കിഡ്സ് സ്പെഷ്യൽ വിഭവങ്ങൾ, ക്ലബ് സാൻഡ്വിച്ച്, മത്സ്യ, ചിക്കൻ ബ്രോസ്റ്റഡ് തുടങ്ങി സ്പെഷ്യൽ മീൽസ് എല്ലാം ലഭ്യമാകുന്ന തരത്തിലാണ് മഞ്ചീസ് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നല്ല ഫാമിലിക്കും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും നല്ലൊരു ആംബിയൻസിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫുഡ് അറ്റ് ലോ പ്രൈസ്, അതാണ് മഞ്ചീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ട്സ്, പിസ്സ, ഗ്രിൽസൊക്കെ മഞ്ചീസ് ഈ ഒരു കൊല്ലം തന്നെ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 10 ഔട്ട്ലെറ്റ്സും കൂടി ഈ ഒരു വർഷം മഞ്ചീസിൻ്റേത് പ്ലാനിലാണ്, പൈപ്പ് ലൈനിലുണ്ട്. കുടുംബത്തിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യവും ലഭ്യമാണ്. മീഡിയ 1 റിയാദ്. വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ബഹ്റൈൻ നയതന്ത്ര ദിനാചരണം സംഘടിപ്പിച്ചു. ആചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. വിവിധ രാജ്യങ്ങളുമായി ബഹ്റൈൻ പുലർത്തുന്ന ഊഷ്മള ബന്ധവും സൗഹൃദവും വിളിച്ചോതി സംഘടിപ്പിച്ച നയതന്ത്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഗൾഫ് ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി അധ്യക്ഷത വഹിച്ചു. മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ബഹ്റൈനിലുള്ള വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാർ,
നയതന്ത്ര പ്രമുഖർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാജാവ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ ആശംസകൾ മന്ത്രി സദസ്സിന് കൈമാറി. വിവിധ രാജ്യങ്ങളുമായി ബഹ്റൈൻ പുലർത്തുന്ന നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും മന്ത്രി നന്ദി പറഞ്ഞു. എല്ലാ രാജ്യങ്ങളുമായും തുറന്ന സൗഹാർദ്ദമാണ് ബഹ്റൈൻ ആഗ്രഹിക്കുന്നതെന്നും അതിന് കോട്ടം വരാതിരിക്കാൻ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും ഭരണാധികാരികളുടെ പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1 ബഹ്റൈൻ.